അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവനിലധിപതിയെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഉയർത്തെഴുന്നേറ്റവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവനിലധിപതിയെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളം ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളം ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. കരങ്ങളെ വീശി ഹല്ലേലൂയ ഓശന്ന ഹല്ലേലൂയ ഓശന്ന ഹല്ലേലൂയ ഓശന്ന ഹല്ലേലൂയ ഓശന്ന ഹല്ലേലൂയ ഓശന്ന ഹല്ലേലൂയ ഓശന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഓശന്ന. ഉയർത്തെഴുന്നേറ്റവനെ ശബ്ദത്തെ ഉയർത്തി പാടി അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവനിലധിപതിയെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഉയർത്തെഴുന്നേറ്റവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവനിലധിപതിയെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ ഓശന്ന ഹല്ലേലൂയ ഓശന്ന ഹല്ലേലൂയ ഓശന്ന ഹല്ലേലൂയ
നിമിഷം ദിവസം കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ച് നിങ്ങൾക്കുള്ള സകലതിനെ നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവിനെ എല്ലാം പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ച് കർത്താവിന് വില കൊടുക്കാതിരുന്ന ഏതെങ്കിലും മേഖലകൾ നിങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനോട് ക്ഷമ ചോദിച്ചാട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നിരപ്പ് പ്രാപിച്ച് ഒഴിഞ്ഞ പാത്രമായി ഇന്ന് പകൽക്കാലം നിങ്ങൾ മാറിയാൽ കർത്താവ് നിങ്ങൾ ഇന്ന് പകൽക്കാലം നിറച്ചല്ലാതെ മടക്കി വിടത്തില്ല. വില കൊടുക്കുന്ന ഒരു തലമുറ ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ. കർത്താവിൻ്റെ അഭിഷേകത്തിന്, കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വില കൊടുക്കുന്ന ഒരു തലമുറ. ശിംശോൻ എന്ന് പറയുന്ന വ്യക്തി കർത്താവിന് വില കൊടുത്തത് കൊണ്ടാണ് ഒരു ശക്തിക്ക് അവനെ പിടിച്ചു കെട്ടാൻ കഴിയാതിരുന്നത്. പക്ഷെ അവൻ എന്ന് ആ വിലയിൽ നിന്ന് മാറിയോ അവനെ തകർക്കുവാൻ ശത്രുവിന് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വില കൊടുത്താൽ കർത്താവിന് കൊടുക്കേണ്ട സമയം, കർത്താവിന് കൊടുക്കേണ്ട ആരോഗ്യം, കർത്താവിന് കൊടുക്കേണ്ട സമ്പത്ത്, അതിലുപരി കർത്താവും നീയുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ നിങ്ങൾ കൊടുക്കുമെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ, നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഒരു പൈശാചിക മണ്ഡലത്തിനോ ഒരു മാനുഷികത്തിനോ കഴിയാതെ വണ്ണം കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ എന്ന് അതിൽ നിന്ന് മാറുന്നുവോ നിങ്ങൾ ശൂന്യമായി പോകും. ആരുടെയൊക്കെ ഉള്ളങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം, മാനസാന്തരത്തിന്റെ ഒരു സാന്നിധ്യം, കഴിഞ്ഞ നാളുകളിൽ വില കൊടുക്കാതെ പോയ മേഖലകൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ കഴിയുന്നവരുടെ മേൽ പൗലോസ് കർത്താവിന് വേണ്ടി വില കൊടുത്തത് കൊണ്ടാണ് ഒരു ചരിത്രമായി തീർന്നത്. രോഗമുണ്ടായിരുന്നിട്ടും അന്നത്തെ കാലത്ത് സുവിശേഷ വിരോധികൾ തന്നെ അടിച്ചു നുറുക്കിയിട്ടും കാരാഗൃഹത്തിലാക്കിയിട്ടും അതൊന്നും വകവയ്ക്കാതെ കർത്താവിന് വേണ്ടി വീണ്ടും ഓടുവാൻ, അനേകരടുത്ത് സുവിശേഷമായി എത്തുവാൻ,
അവൻ കർത്താവിന് കൊടുത്തത് കൊണ്ടാണ്, ആ വില കർത്താവിന് കൊടുത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ മരണസമയത്ത് പറയാൻ കഴിഞ്ഞത്, നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. കർത്താവിന് വേണ്ടി വില കൊടുത്തത് കൊണ്ട് മാത്രമാണ്. ഇന്ന് പകലിൽ ആരെങ്കിലും വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുന്ന പകൽക്കാലം നിങ്ങൾ ആരാധിച്ച്, കർത്താവേ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ സന്നിധിയിൽ വിട്ടു തരുന്നെന്ന് പറഞ്ഞാട്ടെ. എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞാട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. കരങ്ങളെ അടിച്ച് കർത്താവിന് ആരാധന കൊടുത്താട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങ, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങ, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകം അഭിഷേകം ഇറങ്ങി, സുവിശേഷത്തിന്റെ ശക്തിയാ. അഭിഷേകം അഭിഷേകം ഇറങ്ങി, സുവിശേഷത്തിന്റെ ശക്തിയാ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ. രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ.
അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. 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 അഭിഷേകം അഭിഷേകമിറങ്ങി സുവിശേഷത്തിന്റെ ശക്തിയാ. അഭിഷേകം അഭിഷേകമിറങ്ങി സുവിശേഷത്തിന്റെ ശക്തിയാ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഒരു പൗലുസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലുസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലുസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലുസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. 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 രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഞങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ശൈനാരാജുടമന വൈഡം ചാരം പ്രഗതം 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 ചിബിരി ബിരി ബിരി മലബല ശുടഭാരഗജാരഗതേരമല ശബ്ദാര വീരാല ധൂരാല ദൂരോലു റിമാന ശബ്ദാര റിക്കോരു ദിവരാരമല ശബ്ദൂരമല ശുടമന രഗടഗ രഗതരാലമ റിയാന്തൂരോലു ചുടാരം ചാരം പ്രഗതം 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 ചിബിരി ബിരി 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 റിക്കോരു സെറ്റേരി റിമാനാത വൈഡാരാധാര ധീരാലാദോ റിയാന്താരാല വൈഡം ചാരം രഗതം രഗതം റിക്കാരാധ ധൂരാലാറോ റോധോരോലു റിയാന്തേരേലെ റിക്കാരാധ വൈഡം ചാരം രഗതം രഗതം ചിബിലി ബിരി 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 ധൂരാലാധാര ധൂരാലം ചാരം രഗതം 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 റിമാന ശൈനാര ചൂടാര ചാരാല ധൂരാല ദൂരോലു റിമാന ധാര ചൂടാ ധാര രവന ബല 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 ചുടഭാരഗ ധാരഗതം റികാര ധാര ചൂടാല ധാരാല ധൂരാല റോ
രഗതം രഗതം റിയാന്തോരോലോ വൈഡം ചാര രഗതാരഗത ശൈഡബലാരഗതാരഗത ശംധാര ധീരാല ധൂരബലാരഗതാരബല ഉരിമനാരിമന ശംധൂരബല ചുടബല രഗടഗരഗതാരബല ഉരികാര ധാര ധീരാല ദൂർമാനാല ചൂടാധാര റീമോരോലോ റിയാന്തോരോലോ റോബോ ശൈഡാര ചൂടാധാര റീമാനാല വൈഡം ചാരം രഗതം രഗതം ജിബിലി ബെരി 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 ഗതിരി ബെരി ശൈഡാരാജ ധീരാല റീമോരോലോ റോബോ റിയാന്തോ ശബ്ദാര ചുടബല വൈഡം ചാരം രഗതം 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 ഉരിമന ബല 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 ചുടബാരഗതാരഗതാരഗതേരുകാര റിയാന്തോ ശൈഡാര ചുടബല വൈഡം ചാരം രഗതം 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 ഉരിമാന ശൈഡാധാര ധൂരാല ദോരോലോ റോക്കോ ഉരിയാന്താരാല ചൂടാരാധ ഉരിമാന താര റിമന ബല 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 ചുടബാരഗതാരഗതം ഉരിമോനോ റോധോരോലോ ചുടബല വൈഡം ചാരം രഗതം 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 ഉരിമോരോ തോരോ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ രാജ്യങ്ങളെ പിടിച്ചടക്കുന്ന ദേശങ്ങളെ കീഴടക്കുന്ന രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ ചിലരുടെ മേലെ അന്നിട്ടുള്ള അഭിഷേകത്തെ അഭിഷേകം വീഴട്ടെ അഭിഷേകം വീഴട്ടെ ചിലതിനെ പൊളിക്കുന്ന ഒരു അഭിഷേകം ഞങ്ങളെ വഴി നടത്തുവാൻ അടുത്ത ഒരു റേഞ്ചിലേക്ക് സഭയെ കയറ്റുവാൻ ഞങ്ങളെ മുമ്പിൽ നിന്ന് കർത്താവേ അങ്ങുള്ള കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ പോകേണ്ടുന്ന വഴിയെ അങ്ങ് ഞങ്ങളെ കാണിക്കണം. അങ്ങയുടെ ഹിതം സഭയുടെ മേലും ഞങ്ങളുടെ മേലും വെളിപ്പെടണം. ഹിതം പോലെ നടത്തണേ, പോകേണ്ട വഴി കാണിക്കണേ, നിൻഹിതം പോലെ നടത്തണേ, പോകേണ്ട വഴിയൻ കാണിക്കണേ. ൂരിരുളായ താഴ്വരയായ എൻ കൂടെ ഇരിക്കുന്നോനേ, എൻ കൂടെ ഇരിക്കുന്നോരേ,
ശബ്ദത്തെ ഉയർത്തി ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ നിൻഹിതം സമർപ്പണത്തോടെ പോകേണ്ട വഴി കാണി നിൻഹിതം പോലെ നടക്കണേ പോകേണ്ട വഴി കാണിക്കണേ ൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ ൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ പരിശുദ്ധരെ രാജാവേ വീരരാ ദൈവമേ അങ്ങേ നാമിച്ചിടും പരിശുദ്ധരെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും വീരരാ പരിശുദ്ധരെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും വീരരാ ദൈവമേ ഞങ്ങൾ പോകേണ്ടുന്ന വഴി അങ്ങ് കാണിക്കുക നേരായ പാതകളിൽ ഞങ്ങൾ നടത്തേണ്ട അങ്ങേക്ക് വില കൊടുക്കുന്ന ഒരു തലമുറ പകൽക്കാലം എഴുന്നേൽപ്പിക്കാൻ പോകുന്ന അങ്ങയുടെ പദ്ധതിക്കൊപ്പം ഞങ്ങളും ചേർന്ന് നിൽപ്പാൻ അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങളെ ഒരുക്കിയാട്ട് ഞങ്ങളെ സഹായിച്ചാൽ അങ്ങയുടെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ശബ്ദമുയർത്തി രാമയം പറഞ്ഞേ, ഒരിക്കൽ കൂടെ രാമയം പറഞ്ഞേ, ആ കരങ്ങളടിച്ച് കർത്താവിനൊന്ന് മൊത്തം കൊടുത്താട്ടെ. നിൽക്കുമ്പോൾ തന്നെ സിസ്റ്റർ രാജി മുന്നോട്ട് കടന്നു വന്ന് സങ്കീർത്തനങ്ങൾ ഒരു ഭാഗം വായിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതായിരിക്കും. സങ്കീർത്തനങ്ങൾ 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. മക്കളെ, വന്നെനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ഇതിൻ്റെ സന്ദർഭം എന്ന് വെച്ചാൽ
അബീമേലെക്കിൻ്റെ കൊട്ടാരത്തിൽ ദാവീദിനെ പിടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം എന്ന് വിചാരിക്കുമ്പോൾ ദൈവം അവനൊരു ബുദ്ധി കൊടുക്കുകയുണ്ടായി. അതായത് ഒരു ഭ്രാന്തനെ പോലെ അവൻ അഭിനയിക്കുകയുണ്ടായി. കരിക്കട്ടയൊക്കെ എടുത്തിട്ട് ചുവരുകളിൽ എഴുതുകയും വായിലൂടെ തുപ്പലുകളൊക്കെയും പുറത്ത് വരികയൊക്കെ ചെയ്ത് താനൊരു ഭ്രാന്തനെ പോലെ അഭിനയിക്കുകയുണ്ടായി. ഇത് കണ്ട രാജാവ് ഇപ്രകാരം ചോദിച്ചു, എൻ്റെ രാജ്യത്ത് ഭ്രാന്തന്മാർ ഇല്ലാഞ്ഞിട്ടാണോ പുതിയൊരു ഭ്രാന്തനെ ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടാവുകയും ഇവനെ അതായത് കൊട്ടാരത്തിൽ നിന്ന് ആട്ടിക്കളയുകയും ശ്രമിക്കുകയുണ്ടായി. അന്നേരം താൻ തൻ്റെ ജീവനെ തിരിച്ചു കിട്ടുമ്പോൾ താൻ സന്തോഷത്തോടു കൂടെ എഴുതുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 34-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ 18-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്കാണ് യഹോവ സമീപസ്ഥനായിട്ടുള്ളത്. വേദപുസ്തകത്തിലെ പഴയ നിയമ ഭാഗത്തൊക്കെ നാം നോക്കുകയാണെങ്കിൽ ഹൃദയ നുറുക്കത്തോടുകൂടെ ദൈവസ്ഥത്തിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെ ദൈവം വിടുവിക്കുന്നതായിട്ട് നാം കാണുകയാണ്. അതിന് ഏറ്റവും 2-3 ഉദാഹരണങ്ങളുണ്ട് എങ്കിലും ഏറ്റവും നമുക്ക് വേഗത്തിൽ പറയാൻ കഴിയുന്നതാണ് ഹന്നയെക്കുറിച്ച്. ഹന്ന ഹൃദയ നുറുക്കത്തോടു കൂടിയാണ് ദൈവസന്നിധിയിൽ അവളുടെ സങ്കടങ്ങളെ പകർന്നത്. മനുഷ്യർ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നില്ല എങ്കിൽ കർത്താവ് നമ്മുടെ ഹൃദയത്തെ അറിയുന്നു എന്ന് പൂർണ്ണമായിട്ട് അറിയുന്ന ഒരുവനെയുള്ളൂ നമ്മുടെ ദൈവം. ഹന്ന അവളുടെ വിഷമം മനുഷ്യരോട് പറയുന്നതിനെക്കാട്ടിലുപരിയായിട്ട് താൻ ദൈവസന്നിധിയിൽ പകരുകയുണ്ടായി. ഒരു മനുഷ്യന് നമ്മെ സഹായിപ്പാൻ ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ നമ്മോട് കൂടെ നിൽപ്പാൻ ഒരു പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാതെ നമ്മോട് കൂടെ നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരുവനെയുള്ളൂ നാം വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ കർത്താവ്. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടു കൂടെ നിങ്ങളുടെ മധ്യേ ഞാൻ പറയുകയാണ്, ഹൃദയം നുറുങ്ങിയവർക്കാണ് കർത്താവ് സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെയാണ് അവൻ രക്ഷിക്കുന്നത്. ഹന്ന ഒരു പൈതലില്ലാതെ ദേവാലയത്തിൽ ചെന്നിരുന്ന് അവൾ ഹൃദയം കൊണ്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയാണ്. അപ്പോൾ പുരോഹിതൻ തന്നെ പറയുകയാണ്, ഇവൾ വീഞ്ഞു കുടിച്ച് മത്തയായിരുന്നു കൊണ്ടാണ് ഇപ്രകാരം ആയിരിക്കുന്നത്. എന്നാൽ അന്നേരം ലേവി പുരോഹിതനോട് പറയുകയാണ്, ഞാൻ വീഞ്ഞു കുടിച്ചിട്ടല്ല, എൻ്റെ സങ്കടങ്ങളെയാണ് ഞാൻ ദൈവസന്നിധിയെ അറിയിക്കുന്നത്. അവളുടെ സങ്കടം പുറത്താരും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അടുത്തുനിന്ന് പുരോഹിതൻ കേട്ടില്ല. താനും ദൈവവുമായിട്ടായിരുന്നു അവളുടെ സങ്കടം പങ്കുവിട്ടുകൊണ്ടിരുന്നത്. അതുപോലെ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടു കൂടെ ഈ ആലയത്തിനകത്ത് ആരൊക്കെ ഹൃദയ നുറുക്കത്തോടുകൂടെ, അല്ലെങ്കിൽ എൻ്റെ ആവശ്യം ഞാൻ ദൈവവുമായിട്ടാണ് പങ്കിടുന്നത്, ദൈവം എനിക്കൊരു വിടുതൽ തരുമെന്ന് ആരൊക്കെയാണ് ഇന്ന് പകൽക്കാലം ആലയത്തിനകത്ത് കടന്നു വന്നിരിക്കുന്നത്, അങ്ങനെയുള്ളവരുടെ മധ്യത്തിൽ ഇന്ന് കർത്താവ് വെളിപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ വേദനയോടുകൂടെയാണോ ദൈവസന്നിധിയിലായിരിക്കുന്നത്? തുറന്നു പറയാൻ കഴിയാത്ത വിഷമത്തോടുകൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്ന് പകൽക്കാലം ഈ ഭാഗത്ത് വന്നത്. തൊട്ട് താഴത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, നീതിമാൻ അനർത്ഥം അസംഖ്യമാകുന്നു. എണ്ണി തികയ്ക്കാൻ കഴിയാത്ത വിഷമങ്ങളായിരിക്കാം ഒരുപക്ഷെ ഒരു മനുഷ്യരുണ്ടായിരിക്കുന്നത്. എന്നാലും അവയിൽ നിന്നൊക്കെയും വിടുവിക്കുന്ന ഒരുവനെയുള്ളൂ നമ്മുടെ ദൈവം. നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മൾ വിചാരിക്കും ഒരുപക്ഷെ അവർ എൻ്റെ സങ്കടം അറിഞ്ഞ് എന്നെ ഒന്ന് വിടുവിക്കും, അല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കും, എന്നോട് ചേർന്ന് നിൽക്കും എന്നൊക്കെ നാം പലപ്പോഴും പലരെയും ആശ്രയിച്ച് നാം ചിന്തിക്കാറുണ്ട്. പക്ഷെ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, ദൈവമല്ലാതെ നമ്മുടെ സഹായിപ്പാനോ നമ്മോട് ചേർന്ന് നിൽപ്പാനോ മറ്റാരുമില്ല, ദൈവമാണ് നമുക്കൊപ്പം കൂടെയുള്ളത്. അങ്ങനെയെങ്കിൽ നാം ഒരു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിൻ്റെ മേൽ ആശ്രയം വയ്ക്കുകയാണെങ്കിൽ നാം എത്ര തന്നെ പ്രയാസപ്പെടുന്ന വിഷയങ്ങൾ, ആരോടും തുറന്നു പറയാൻ കഴിയാത്ത വേദനകൾ നമുക്കുണ്ടെങ്കിലും അത് ദൈവവുമായിട്ട് പങ്കിടുവാൻ നമുക്ക് കഴിഞ്ഞാൽ അപ്രകാരം ഒരു മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ളവരുടെ മേൽ പ്രവർത്തിപ്പാൻ കർത്താവ് ഇറങ്ങി വരും. എത്ര പേർ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം സംഭവിക്കുക തന്നെ ചെയ്യും. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. ആമേൻ. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, ജീവിത പങ്കാളിമാരെ കർത്താവ് വഴി നടത്തി. നിങ്ങളുടെ ഉപജീവന മാർഗത്തെ കർത്താവ് സംരക്ഷിച്ചു. ആ സംരക്ഷിച്ച കർത്താവിനെ നിങ്ങൾ പൂർണ്ണമായും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ, വാക്കുകൾ, പ്രവർത്തികൾ, സംസാരങ്ങൾ എവിടെയെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിലോ യേശുവിൻ്റെ നാമത്തിന് ഹിതമല്ലാത്ത രീതിയിലോ ദൈവനാമം നിങ്ങളിലൂടെ ദുഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ
നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദൈവഹിതമില്ലാത്ത സംസാരത്തിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും നിങ്ങൾക്ക് അകപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായും ഏറ്റുപറഞ്ഞാട്ടെ. ലംഘനം ക്ഷമിച്ച് കിട്ടുവാൻ, പാപം പുറത്തു കിട്ടുവാൻ നിങ്ങൾ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സംസാരം കൊണ്ടും രഹസ്യ ജീവിതം കൊണ്ടും പരസ്യ ജീവിതം കൊണ്ടും കർത്താവിനെ ഉയർത്തുവാൻ തക്കവണ്ണം എല്ലാവരും ഒരുങ്ങിയാട്ടെ. കർത്താവെ, ഞാൻ ഇന്ന് ഈ പകൽക്കാലം ഒരുങ്ങുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുന്ന ഈ സമയത്ത് നിങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച് കർത്താവിൻ്റെ കരത്തിലേക്ക് നിങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ആത്മാവാകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന അധരയാഗം കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. നിൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്, നിൻ്റെ യാചനകൾക്ക് ഉത്തരവുമുണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്, ബോധത്തോടെ ആയിരിക്കണം. നമ്മളെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇതുവരെ കർത്താവ് നമ്മെ കണ്ടിട്ടുണ്ട്. നമ്മൾ എവിടെ പോയി എന്ന് കർത്താവിനറിയാം. നമ്മുടെ ചിന്തകൾ എന്തായിരുന്നു എന്ന് കർത്താവിനറിയാം. നമ്മുടെ പ്രവൃത്തി എന്തായിരുന്നു എന്ന് കർത്താവിനറിയാം. നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെ ആയിരുന്നു എന്ന് കർത്താവിനറിയാം. നമ്മൾ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും എങ്ങനെ ആയിരുന്നു എന്ന് കർത്താവിനറിയാം. എങ്കിലും ആ വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ആ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് യോഗ്യമായ ഫലം നൽകുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട്, നമ്മുടെ പിതാവെന്ന് അറിഞ്ഞുകൊണ്ട് നാം ആ പിതാവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ പകർന്ന് ഇന്ന് ഈ പകൽക്കാലം ആ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മെ വഴി നടത്തുമ്പോൾ നമ്മുടെ കുറവുകളെ, കുറ്റങ്ങളെ ഒളിച്ചു വയ്ക്കാതെ ആ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞാട്ടെ. നിന്നെ തന്നെ പൂർണ്ണമായും പകർന്നാട്ടെ. കർത്താവെ, ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിനകത്തൊരു വലിയ രൂപാന്തരം ഉണ്ടാകണം. എൻ്റെ ഈ സ്വഭാവം, എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി, എൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ കുടുംബജീവിതം, എൻ്റെ വ്യക്തിപരമായ ജീവിതം, എൻ്റെ രഹസ്യ ജീവിതം, എൻ്റെ പരസ്യ ജീവിതത്തിനകത്ത് ഈ കുറവുകളുണ്ട്. കർത്താവെ, അങ്ങനെ കുറവുണ്ടെന്ന് തോന്നുന്നവർ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞാട്ടെ. കർത്താവെ, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഇറങ്ങി തിരിച്ചിട്ടും ഇന്ന് വരെ അത് ചെയ്യുവാൻ കഴിയാതെ ആയിരിക്കുന്നെങ്കിൽ, ആരെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഇന്ന് അനുസരണക്കേടോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും സഭയുടെയോ കർത്താവിൻ്റെ വചനപ്രകാരമോ ജീവിക്കുവാൻ കഴിയില്ലാതെ ഇതിനകത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചാട്ടെ. നമ്മുടെ ദൈവം വിശുദ്ധനാണ്. നമ്മുടെ ദൈവം രഹസ്യത്തിലും പരസ്യത്തിലും നിന്നെ നടത്തുവാൻ കഴിവുള്ളവരാണ്. നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലതുവശത്ത് 10,000 പേരും വീണാലും നിനക്കൊരനർത്ഥവും ഭവിക്കുവാൻ കഴിയാതെ വണ്ണം, നിനക്കൊരനർത്ഥവും വരുത്തുവാൻ കഴിയാതെ വണ്ണം നിന്നെ കാവലായി നിൽക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നീ അകന്നു പോകാതെ തിരിച്ച് മടങ്ങി വന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഇന്നായിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, അങ്ങ് എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എൻ്റെ ഈ മൺകൂടാരത്തെ അങ്ങ് സെലക്ട് ചെയ്തിരിക്കുന്ന നന്ദി കർത്താവെ. ഈ മൺകൂടാരത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കിയിരിക്കുന്ന മന്ദിരത്തിന്മേൽ അപ്പോൾ അങ്ങയുടെ ഹിതപ്രകാരമല്ല എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ക്ഷമിക്കണമേ കർത്താവെ. ഇനി ആ സ്വഭാവം എനിക്ക് വേണ്ട കർത്താവെ, ആ പ്രവൃത്തി എനിക്ക് വേണ്ട കർത്താവെ, ആ രഹസ്യ ജീവിതം എനിക്ക് വേണ്ട കർത്താവെ, ആ പരസ്യമായുള്ള ജീവിതത്തിനകത്ത് ദൈവഹിതമില്ലാത്ത പദ്ധതികൾ എനിക്ക് വേണ്ട കർത്താവെ. എൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ, ഞാൻ എൻ്റെ നടപ്പിൽ, എൻ്റെ ഭവനത്തിനകത്ത്, എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ഉപജീവന മാർഗത്തിനകത്ത് ഞാനുമായി പരിചയമുള്ളവരുടെ ഇടയിൽ യേശുവിനെ എന്നിലൂടെ ഉയർത്തുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരത്തിലേക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആയതുപോലെ ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രത്യേകകാലം നമ്മൾ അടുത്ത ഒരു മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ആയിരിക്കുന്നു. ഈ ഞായറാഴ്ച കാലം ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. കഴിഞ്ഞ 7 മാസക്കാലം കർത്താവ് നമ്മെ നടത്തി, തൻ്റെ വീരമുള്ള ഭുജത്തിൻ്റെ കീഴിൽ നമ്മെ മറച്ചു. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മൾ വീണു പോകേണ്ട സ്ഥലങ്ങളിൽ, നമ്മൾ മറ്റുള്ളവരുടെ മുന്നേ നിന്ന് സഹിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം കർത്താവ് പരിപാലിച്ചു. ഇന്ന് പകൽക്കാലം ആ കർത്താവ് നമ്മെ വഴി നടത്തി. ഈ പകൽക്കാലം കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ ഈ മാസം കർത്താവ് നമ്മോട് സഭയോട് പറഞ്ഞിരിക്കുന്ന ദൂതുകൾ ഇതിനകത്ത് വെളിപ്പെട്ട് വരുവാൻ, ആ ദൂതുകൾ നിങ്ങൾക്കും അതിനകത്ത് പങ്കാളിയാകുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. അതുപോലെ ഇതിനകത്തായിരിക്കുന്ന ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ കുടുംബക്കാരോ ചാർച്ചക്കാരോ ബന്ധുക്കളോ ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ അവരെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. പ്രത്യേക ഹോസ്പിറ്റലുകളായിരിക്കുന്ന വ്യക്തികളുണ്ട്, പനിയുടെ മറ്റുള്ള അസ്വസ്ഥതകളായാലും ഭവനത്തിലായിരിക്കുന്ന വ്യക്തികളുണ്ട്, അവരെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. പ്രത്യേക നടക്കുന്ന 28, 29, 30 ദിവസങ്ങളിൽ നടക്കുന്ന കോൺഫറൻസിനെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. ഇതിനകത്ത് നടക്കുന്ന ചെറുതും വലുതുമായ മീറ്റിങ്ങുകളെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. കേരള സുവിശേഷീകരണത്തിന്, ഇന്ത്യ സുവിശേഷീകരണത്തിന് കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. ഈ ദേശത്തിനകത്ത് ഇപ്പോൾ ഇന്ത്യയുടെ അകത്ത് നടക്കുന്ന വലിയ പ്രതികൂലങ്ങൾ, ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന പ്രതികൂലങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. നമ്മൾ അറിയുന്നത് പോലെ ദേശത്തിനകത്ത് വലിയ ദൈവപ്രവർത്തിക്ക് ഹിതമല്ലാത്ത രീതിയിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അതിനെതിരെ ശത്രുവായവൻ പല രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും മാറുവാൻ തക്കവണ്ണം, ദൈവിക കരം ചലിക്കുവാൻ തക്കവണ്ണം, സ്വതന്ത്രത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
എല്ലാവരും കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു 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 കർത്താവെ. വാനവും ഭൂമിയും സൃഷ്ടിച്ചവനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ നടത്തിയവനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. കഴിഞ്ഞ 7 മാസക്കാലം ഞങ്ങളെ നടത്തിയ കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ അങ്ങിൽ നിന്ന് അകന്നു പോയ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ മേൽ പകർന്ന അഭിഷേകത്തിന് പരിശുദ്ധാത്മാവിന് നദ ഞങ്ങൾ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ രഹസ്യ ജീവിതം കൊണ്ടോ പരസ്യ ജീവിതം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർത്താവിൽ നിന്ന് അകലുകയോ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവഹിതമല്ലാത്തത് ചെയ്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ നിന്ദിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഞങ്ങളോട് പൊറുക്കണമേ കർത്താവെ. ഇന്ന് പകൽക്കാലം അങ്ങയുടെ കാൽവരി ക്രൂശിൽ രക്തത്താൽ ഞങ്ങളെ ഒരിക്കൽ കൂടി കഴുകണമേ കർത്താവെ. എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങയുടെ തിരുകരങ്ങളിലേക്ക് തരുന്നുവെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ കർത്താവെ. ഞങ്ങളെല്ലാവരും അങ്ങയുടെ തിരുകരങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് തിരുകരങ്ങൾ തരുന്നു കർത്താവെ. പ്രത്യേകിച്ച് അഭിഷിക്തനാകുന്ന ഞാൻ കർത്താവെ, സഭയിലായിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി, അടിയൻ്റെ കുടുംബത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവരുടെ മൃഗസമ്പത്തുകൾ, വാഹനങ്ങൾ, ഉപജീവന മാർഗം, കുടുംബജീവിതം, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ദൈവിക പ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഈ സമയത്ത് ഈ പ്രാർത്ഥനയുടെ മധ്യേ സ്വർഗം ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഇതിനകത്തായിരിക്കുന്നവർ അങ്ങയുടെ സന്നിധിയിൽ ഏറ്റു പറയുന്നവർ, അങ്ങയുടെ സന്നിധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മേൽ വീണ്ടും അങ്ങയുടെ സാന്നിധ്യം പുതുക്കിക്കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പുതുക്കിക്കൊണ്ട് അങ്ങയുടെ നാമത്തിന് വേണ്ടി അവരെ ശക്തരായി ഉപയോഗിക്കണമേ കർത്താവെ. ഇന്ന് പകൽക്കാലം നടക്കുന്ന വചന ശുശ്രൂഷ അങ്ങ് തിരുകരങ്ങ് തരുന്നു കർത്താവെ. വചനം അയച്ചു സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ ഈ മാസം മുതൽ പുതിയൊരു തലത്തിലേക്ക് സഭ ഉയരുവാൻ പോകുന്ന ഈ സമയത്ത് ദൈവപ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുവാൻ, ദൈവിക കരം ചലിക്കുന്നതിൻ്റെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ പ്രവൃത്തി വെളിപ്പെടുന്നതിൻ്റെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ അസാധാരണമായ മഹത്വം വെളിപ്പെടുന്നതിൻ്റെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിനകത്തായിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചെറുതും വലുതുമായ രോഗത്തിലും രോഗപീഡനങ്ങളുമായിരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നതായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അടിപ്പിണരുകളെ സൗഖ്യം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ കർത്താവെ, ചെറുതായാലും വലുതായാലും ഞങ്ങളുടെ ശരീരം ഈ മൺകൂടാരം ക്രിസ്തുവിൻ്റെ ആലയമാകൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകൊണ്ടും കർത്താവ് ഞങ്ങൾക്ക് തന്ന അടിപ്പിണരുകളെ സൗഖ്യത്തെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിച്ച് അതിനകത്ത് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിനകത്തായിരിക്കുന്ന വ്യക്തികളുടെ മേൽ ആയിരിക്കുന്ന രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും അഴിഞ്ഞു മാറട്ടെ. അവർ പൂർണ്ണമായും സൗഖ്യം പ്രാപിക്കട്ടെ. ഞങ്ങളെ കേൾക്കുന്നവർ ഏതെങ്കിലും ആശുപത്രിയിലാണെങ്കിൽ കർത്താവെ, ഞങ്ങൾ കർത്താവെ അറിയുന്നവർ ഏതെങ്കിലും ആശുപത്രിയിലോ കിടക്കകളിലോ ആയിരിക്കുന്നെങ്കിൽ കർത്താവെ, അവരെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയ സാക്ഷികൾ ഞങ്ങൾ കേൾക്കട്ടെ കർത്താവെ. പ്രത്യേക അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു. അൽഫോൻസ് ആൻറ്റി അങ്ങ് തിരുകരങ്ങൾ തരുന്നു കർത്താവെ. പ്രിയ ആൻറ്റിയുടെ മേലായിരിക്കുന്ന ജ്വരത്തിൻ്റെ എല്ലാ പ്രതികൂലങ്ങളും മാറി പൂർണ്ണ സൗഖ്യം വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തായിരിക്കുന്ന വ്യക്തികൾക്ക് ആർക്കെങ്കിലും ഭവനങ്ങളിൽ നിന്ന് കടന്നു വരാൻ കഴിയാതെ രോഗങ്ങളായിരിക്കുന്നെങ്കിൽ അവരുടെ മേൽ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഈ സഭ അങ്ങ് തിരുകരങ്ങൾ തരുന്നു കർത്താവെ. അനുസരണക്കേടിൻ്റെ സ്പിരിറ്റുകൾ മാറുന്നത് കർത്താവെ, പൂർണ്ണമായും ഒരു മാനസാന്തരം ഈ സഭയ്ക്കകത്തുണ്ടാകുവാൻ, ഐക്യത ഉണ്ടാകുവാൻ, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, വിശുദ്ധിയും വേർപാടും ഉണ്ടാകുവാൻ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സഭ ദേശത്തിൻ്റെ വിളക്കായി തീരുവാൻ തക്കവണ്ണം, സഭയാകുന്ന ഞങ്ങളെല്ലാം ദേശത്തിൻ്റെ വിളക്കായി തീരുവാൻ തക്കവണ്ണം, ദേശത്തിനകത്ത് വലിയൊരു ഉണർവിനെ ഞങ്ങൾ കാരണക്കാരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ പൂർണ്ണമായും അങ്ങ് നിറയ്ക്കുവാൻ, ഞങ്ങൾ മാനസാന്തരപ്പെടേണ്ടവർ മാനസാന്തരപ്പെടട്ടെ കർത്താവെ. സഭയ്ക്കകത്ത് ഉറച്ചു നിൽക്കേണ്ടവർ ഉറച്ചു നിൽക്കട്ടെ കർത്താവെ. കഴിഞ്ഞ നാളിൽ സഭയ്ക്കകത്ത് കടന്നു വന്നവരും ഇന്നും കടന്നു വരാൻ കഴിയാതെ ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്നവരുടെ മേലും ദൈവസാന്നിധ്യം വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വലിയൊരു ഉണർവിന് കർത്താവെ കാഹളം ഉദയിരിക്കുമ്പോൾ കർത്താവെ, ദേശവും ലോകസഭകളും അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ ഞങ്ങളും അതിനുവേണ്ടി ഒരുങ്ങുന്നു കർത്താവെ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവയെ ഈ പകൽക്കാലം ഈ ഹാളിൻ്റെ അറ്റ്മോസ്ഫിയർ അങ്ങ് മാറ്റണമേ. അങ്ങയുടെ വലിയ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുത്തണമേ. ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിൻ്റെ നിറവാൽ നിറയട്ടെ കർത്താവെ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങ് പകർന്ന അഭിഷേകത്താൽ പുതിയൊരു തലമുറ എഴുന്നേൽപ്പിച്ചിരിക്കുമ്പോൾ ആ തലമുറയുടെ മേൽ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ ഇന്ന് വരെ കണ്ടതുപോലെ അല്ല കർത്താവെ, ഇന്ന് വരെ നടന്നതുപോലെ അല്ല കർത്താവെ. വചനവും എടുത്തുകൊണ്ട് ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി അവരും ഇറങ്ങി തിരിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവിക കരം ചലിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേക ഇന്ന് നടക്കുന്ന ശുശ്രൂഷകളുടെ മേലെല്ലാം ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഈ ഹാളിനകത്ത് ഞങ്ങളുടെ മീറ്റിങ്ങുകൾ നടക്കുന്ന എല്ലാ സമയങ്ങളിലും ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് ഈ 2ാം ശനിയാഴ്ച നടക്കുവാൻ പോകുന്ന ഡെലിവറൻസ് മീറ്റിങ്ങിന് അങ്ങ് തിരുകരങ്ങ് തരുന്നു കർത്താവെ. ഞായറാഴ്ച നടക്കുന്ന തിരുവത്താഴ് ശുശ്രൂഷയും മറ്റുള്ള എല്ലാ ശുശ്രൂഷകളും അങ്ങ് തിരുകരങ്ങ് തരുന്നു കർത്താവെ. പ്രത്യേക മുൻ വർഷങ്ങളിൽ ഞങ്ങൾ നടത്തി വന്നതുപോലെ
പറഞ്ഞതുപോലെ കർത്താവേ, ഈ മാസക്കാലവും 28, 29, 30 ദിവസം നടത്തുന്ന കോൺഫറൻസിന് അങ്ങ് തിരികരങ്ങ് തരുന്ന കർത്താവേ, ഒരു കൂട്ടം വ്യക്തികൾ ഇന്നത് കഴിഞ്ഞ നാളുകളിൽ ഇന്നത് കർത്താവേ പല സഭാ വിഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന് അവർക്ക് അങ്ങ് കൊടുത്ത ശുശ്രൂഷകൾ വെളിപ്പെടുത്തി അവരെ ആക്കി വെച്ചെടുത്ത് വളർന്നു വന്നതുപോലെ കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ പേര് തന്ന കാത്തിരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്കൊരു പുതിയ അനുഭവമായി തീരുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളായി തീരുവാൻ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ അവരുടെ മേൽ ദൈവിക ജ്വലനങ്ങൾ ഉണ്ടാകുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം കേരളത്തിലും മറ്റും ഇന്ത്യയുടെ അകത്ത് നടക്കുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ അസാധാരണമായ ദൈവം മഹത്വം അതിനകത്ത് വെളിപ്പെട്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, സഭ ഒന്നടങ്കം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൂതന്മാർ ആ വിഷയങ്ങളിൽ ഇറങ്ങട്ടെ കർത്താവേ. മാനസാന്തരം ഉണ്ടാകേണ്ട വ്യക്തികൾക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ കർത്താവേ. ക്രിസ്തുവിനെതിരെ വ്യാപരിക്കുന്ന, സഭയ്ക്കെതിരെ വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ സാന്നിധ്യങ്ങളും അകന്നു മാറി കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ ഇന്ത്യയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും അങ്ങ് പറഞ്ഞിരിക്കുന്നത് ഈ നാളുകൾ നടക്കുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഇന്ത്യ സുവിശേഷീകരണത്തിനും കർത്താവേ, അപ്പോൾ ലോക സുവിശേഷീകരണത്തിനും ലോകം അങ്ങയുടെ വരവിന് വീണ്ടും വരവിന് കാത്തിരിക്കുമ്പോൾ കർത്താവേ, ഈ സഭയും കാത്തിരുന്ന് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വലുത് ഞങ്ങളുടെ മധ്യത്തിൽ ചെയ്യണമേ കർത്താവേ. അങ്ങയുടെ വരവെങ്കിൽ കർത്താവേ, ഞങ്ങൾ അങ്ങനെ എടുക്കപ്പെടുവാൻ, നിത്യരാജ്യത്തിൽ പങ്കാളിയാകുവാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. ആരും നിത്യമരണത്തിൽ അകപ്പെട്ടു പോകാതെ വണ്ണം, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകാതെ വണ്ണം, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനുള്ള കൃപ ഒരുക്കണം കർത്താവേ. ഞങ്ങൾ മാനുഷ്യമാരെ ഒന്നും ചെയ്യാതെ വണ്ണം കർത്താവ് തന്ന നിയോഗത്തിനകത്ത് നിൽക്കുവാനുള്ള കൃപ ഒരുക്കണം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഇന്നതിനകത്ത് കടന്നു വന്ന എല്ലാ ജനത്തെ അങ്ങ് തിരുകരങ്ങൾ താരുന്നു കർത്താവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവർ ദേശത്തിനകത്ത്, കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി തീരട്ടെ. ഈ സഭയ്ക്കകത്ത് ഇന്ന് ആയിരിക്കുന്നവർ, ദുഃഖത്തിലായിരിക്കുന്നവരുടെ മേൽ ആശ്വാസത്തിൻ്റെ കരം നീട്ടണമേ കർത്താവേ. ഒറ്റയ്ക്ക് ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്നവർ കുടുംബമായി അടുത്ത നാളുകൾ കടന്നു വരുവാനുള്ള കൃപ ഒരുക്കണമേ കർത്താവേ. ഇതിനകത്തായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിനകത്ത് കർത്താവ് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആവശ്യഭാരങ്ങളെ നിറവേറ്റി കർത്താവിൻ്റെ വലിയ കരം നടത്തണമേ കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവെ കുടുംബങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കന്മാർ ഇതിനകത്തുണ്ട് കർത്താവേ. അപ്പോൾ ആ യൗവനക്കാരെ കുറിച്ച് കർത്താവ് വ്യാകുലപ്പെടുന്ന മാതാപിതാക്കന്മാർ ഇതിനകത്തുണ്ട് കർത്താവേ. ദൈവപ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും വ്യത്യസ്തമായ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗികളായിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ പൈശാചിക ബന്ധനങ്ങളായിരിക്കുന്നവർ കർത്താവ് വിടുതൽ പ്രാപിക്കട്ടെ. സാമ്പത്തികമായി ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ കർത്താവേ. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ കർത്താവേ, അപ്പോൾ തകർത്തിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ തകർത്തിരിക്കുന്ന എല്ലാ മേഖലകളുടെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ പൂർണ്ണമായും അങ്ങയുടെ തിരുകരങ്ങളിൽ തരുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് ഉത്തരം നൽകണം. ഞങ്ങളുടെ യാചനകൾക്ക് അങ്ങ് ഉത്തരം നൽകണം. അങ്ങയുടെ മുന്നേ ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ക്രിസ്തുയേശു മൂലം തന്നെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അവരുടെ ഇരിപ്പിടങ്ങളിലിരുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് വലുത് നടക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രത്യേകാൽ വില കൊടുക്കുന്ന ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കും. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ, വില കൊടുക്കുന്ന ഒരു തലമുറയെ സഭയിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. വില കൊടുക്കുന്ന തലമുറ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വിലയാണ് കർത്താവിന് കൊടുക്കുവാൻ കഴിയുന്നത്? ഹല്ലേലൂയ. വില കൊടുക്കുന്ന തലമുറ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വില കർത്താവിന് കൊടുക്കുവാൻ കഴിയുമോ? നമ്മെ യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതാണ്, വില കൊടുത്താണ് നമ്മെ വാങ്ങിയിരിക്കുന്നത്. നമ്മൾ ആയിരുന്ന സാഹചര്യത്തിൽ നിന്ന് പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും യോഗ്യതയില്ലാതെ ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന ജാതിയരായിരുന്ന നമ്മെ കർത്താവ് തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി പിതാവിൻ്റെ മുന്നേ നിർത്തി അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പിതാവിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിൻ്റെ തൃത്വത്തിൽ മൂന്നാമനാകുന്ന ദൈവത്തെ നമ്മുടെ മേൽ അയച്ച് ഇന്ന് നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന രീതിയിൽ നമ്മെ നിർത്തിയിരിക്കുമ്പോൾ അതൊരു വലിയ വിലയായിരുന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ വില പറയുവാൻ ആർക്കും കഴിയുകയില്ല. നമ്മുടെ വിലയും അതോടെ വർദ്ധിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, നിഷ്കളങ്കരായി ജീവിക്കുന്ന, വിശുദ്ധരോടെ ജീവിക്കുന്ന, ഇന്നും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയെന്ന് ആദ്യം തിരിച്ചറിയണം. ഹല്ലേലൂയ. സാത്താൻ്റെ കയ്യിൽ നിന്നോ പിശാചിൻ്റെ കയ്യിൽ നിന്നോ എന്നല്ല, ന്യായപ്രമാണത്തിൽ കിടന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി പിതാവിൻ്റെ മുന്നേ നമ്മെ നിർത്തി. ഹല്ലേലൂയ. നമ്മെ നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ രക്തത്തിന് ഒരു വിലയുണ്ട്.
ആ വില നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാബല്യത്തിൽ വരണമെങ്കിൽ ഈ ലോകത്ത് ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ദൈവത്തിന് വില കൊടുത്ത് ജീവിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വില, നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് ഒരു അംഗീകാരമുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് മറ്റുള്ളവരുടെ മുന്നേ ആയാലും സഭയുടെ ഉള്ളിലായാലും സ്വന്തം ജീവിതത്തിലായാലും ദൈവത്തിന് കൊടുക്കുന്ന വില ദൈവം അംഗീകരിക്കും. കാരണം നിൻ്റെ ജീവിതത്തിനകത്ത് വില കൊടുക്കാതെ ഒന്നും വാങ്ങുവാൻ കഴിയുകയില്ല. കഴിഞ്ഞ നാളുകളിലായാലും ഈ നാളുകളിലായാലും ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ദേശത്തിനകത്തുള്ള സാധനങ്ങൾക്കെല്ലാം വില കുതിച്ചുയരുകയാണ്. നമ്മൾ ഇത്രയും കാലം കേൾക്കാത്ത രീതിയിൽ സാധാരണ വസ്തുക്കൾ പോലും, തേങ്ങ, വെളിച്ചെണ്ണ, ഇങ്ങനെയുള്ള സാധനങ്ങൾ പോലും വില കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ വസ്തുവിനും എന്തുണ്ട്? വിലയുണ്ട്. വില കൊടുക്കാതെ ഒരു സാധനവും കിട്ടില്ല. പണ്ടത്തെ കാലത്താണ് ബാട്ടർ സമ്പ്രദായം. ഇന്നാണെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ നാണയങ്ങളായി, തുട്ടുകളായി, അത് കഴിഞ്ഞ് ഇന്ന് സാമ്പത്തികം, പൈസയുടെ കാര്യങ്ങളിലേക്ക് വന്നുവെങ്കിലും ആ പൈസ കൊടുക്കാതെ, വില കൊടുക്കാതെ ഒരു സാധനങ്ങൾ നമുക്ക് കിട്ടിയല്ല. സ്നേഹബന്ധത്തിന് വരെ വിലയുണ്ട്. ഹല്ലേലൂയ. ഒരാൾ നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹിക്കുന്നതിന് ഒരു വില കൊടുത്താലേ ആ സ്നേഹം നിലനിൽക്കുകയുള്ളൂ. അതേപോലെ ദൈവസ്നേഹത്തിനകത്ത് നിലനിന്നാലേ ഈ നാളുകൾ ദൈവം നിങ്ങൾക്ക് കൊടുത്ത വിലയിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വില കൊടുക്കാതെ ഒന്നും വാങ്ങുവാൻ കഴിയാത്തതുപോലെ നിങ്ങൾ ദൈവത്തോട് വില കൊടുക്കാതെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നൊന്നും വാങ്ങുവാനോ, ദൈവത്തിൻ്റെ യഥാർത്ഥ ശബ്ദം കേൾക്കുവാനോ, ദൈവത്തിൻ്റെ മനസ്സറിയുവാനോ, നിങ്ങൾ എന്തിനു വേണ്ടി ആക്കി വെച്ചു എന്ന് തിരിച്ചറിയുവാനോ കഴിയാതെ ജീവിക്കേണ്ടി വരും. നമ്മൾ ഈ സഭയുടെ അകത്തായിരിക്കുന്ന പലരെയും നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പല സഭകളും നോക്കുകയാണെങ്കിൽ, അനുസരണക്കേടിൻ്റെ സ്പിരിറ്റോടെ ജീവിക്കുന്നവരുണ്ട്. എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല, എന്ത് പറഞ്ഞാലും കേൾക്കില്ല, എന്ത് പറഞ്ഞാലും അവരെ ഇഷ്ടപ്രകാരമേ നടക്കൂ. ഹല്ലേലൂയ. അത് സഭയിൽ മാത്രമല്ല, കുടുംബത്തിനകത്തുണ്ട്. മക്കളുണ്ട്, അപ്പനും അമ്മയും പറഞ്ഞാൽ പോലും അനുസരിക്കില്ല, ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കില്ല, ദേശക്കാർ പറഞ്ഞാൽ അനുസരിക്കില്ല. അങ്ങനെയുള്ള മക്കൾ ഈ നാളുകളിലുണ്ട്. അതേപോലെ വില കൊടുക്കാതെ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. ആർക്കും വില കൊടുക്കില്ല. ഞാൻ, എൻ്റെ ജീവിതം, എൻ്റെ ഇഷ്ടം, നിനക്കെന്ത് എന്ന് ചോദിക്കുന്ന ഒരു തലമുറയുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ നാളുകൾ അതിനെ മാറ്റിയിട്ട് നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന നമ്മൾ ദൈവം പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണം, വില കൊടുക്കേണ്ടവർക്ക് എന്ത് ചെയ്യണം? വില കൊടുക്കണം. ദൈവത്തിന് വേണ്ടി വില കൊടുക്കുകയും അതേപോലെ കുടുംബത്തിനകത്തും മറ്റുള്ള സ്ഥലങ്ങളിലും വില കൊടുത്ത് തന്നെ ജീവിക്കണം. അഭിഷിക്തന്മാർക്ക് വില കൊടുക്കണം, സഭയ്ക്ക് വില കൊടുക്കണം, ദൈവജനം അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കന്മാർക്ക് വില കൊടുക്കണം, ബഹുമാനം കൊടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മളെക്കാൾ മുതിർന്നവർക്ക് ഒരു വില അല്ലെങ്കിൽ ബഹുമാനം നമ്മൾ കൊടുക്കണം. നമ്മളുടെ ജീവിത ശൈലി മറ്റുള്ളവരുടെ നിന്നൊരു വ്യത്യസ്തമായി തീരണം. നമ്മുടെ വിശുദ്ധിയും വേർപാടുമെന്നൊക്കെ പറയുന്നത് യഥാർത്ഥം നമ്മുടെ ഉള്ളിലല്ല, നമ്മുടെ രഹസ്യ ജീവിതത്തിലല്ല, പരസ്യമായി അത് വെളിപ്പെടുത്തി കാണിക്കേണ്ട ഒരു സീസണിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് അവരുടെ നാവ് കൊണ്ട് പറയുവാൻ തക്കവണ്ണം വിലയുള്ളതൊരു തലമുറയായി ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഈ സഭയിൽ നിന്ന് ചിലരെ കർത്താവ് സെലക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് കർത്താവുമായിട്ടൊരു വില കൊടുക്കണം, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണം, ദൈവവചനമനുസരിച്ച് ജീവിക്കണം, നിത്യരാജ്യത്തിൽ എത്തണം എന്ന ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ തലമുറ രക്ഷയിലേക്ക് വരണം, നിങ്ങൾ രക്ഷയിലേക്ക് വരണം, നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം മുതൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്തുനിന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും ഇതിനകത്ത് വന്നത്, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും ഇരുന്ന് കേൾക്കുന്നത്. ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ലായിരിക്കാം. ദൈവവചനം എടുത്ത ശേഷം പലരും നിങ്ങളെ നിന്ദിക്കുന്നുണ്ടായിരിക്കാം. ദേശത്തിനകത്ത് നിങ്ങളെ ഒറ്റപ്പെടുത്തി കാണും, മറ്റുള്ളവരുടെ മുന്നേ നിങ്ങളെ കുറ്റപ്പെടുത്തി കാണും, പാരമ്പര്യം നിങ്ങളെ എതിർത്തു പറഞ്ഞു കാണും. ഇതെല്ലാം കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വില കൊടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ദൈവം ആരെന്ന് നിന്നിലൂടെ തെളിയിക്കുവാൻ ദൈവത്തിന് നീ വില കൊടുത്താൽ ദൈവം നിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. കർത്താവ് നിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് താൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിന്നോടുകൂടെ വാസം ചെയ്യും. നീ ഒരു അത്ഭുതമായി തീരും, പലരുടെ മുന്നേ നീ ഒരു അടയാളമായി തീരും. നിൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് നിൻ്റെ മുന്നേ നിൽക്കുവാൻ കഴിയില്ല. നീ ദേശത്തിൻ്റെ അകത്തും മറ്റുള്ള സ്ഥലങ്ങളിലും നടക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും പോലും ദൈവത്തിൻ്റെ നാമം ഉയർത്തുന്നവനായി തീരും. കാരണം ഈ തിരുവചനത്തിനകത്ത് ഇയ്യോബ് എന്ന് പറയുന്ന വ്യക്തിയെ നോക്കുകയാണെങ്കിൽ, ഇയ്യോബിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇയ്യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇയ്യോബ് ഒരു ദൈവഭക്തനായിരുന്നു, ദൈവത്തിന് വില കൊടുക്കുന്ന ഒരു മകനായിരുന്നു. ഹല്ലേലൂയ.
താൻ ദേശത്തിനകത്ത് അംഗീകാരമുള്ളവനായി സാമ്പത്തികമായി ഉന്നത സ്ഥാനത്തിൽ നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറത്ത് കർത്താവ് അവനെ മാനിച്ചതിന് കാരണം ദൈവഭക്തനായിരുന്നത് കൊണ്ടാണ്, ദൈവത്തിനെ തക്കതായ വില കൊടുത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. താൻ ദേശത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെക്കാളും പ്രായമുള്ളവർ തന്നെ ബഹുമാനിച്ചുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. തനിക്ക് സ്വയമായി വന്ന ബഹുമാനമല്ല. എങ്ങനെ വന്ന ബഹുമാനമാണ്? ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ സ്തുതിച്ചും ദൈവഭക്തനായി നടന്നതുകൊണ്ടാണ്. ഈ നാളുകളിൽ നിങ്ങൾ ദൈവഭക്തനായി, യഥാർത്ഥമായി ആത്മാർത്ഥമായി ദൈവഭക്തനായിട്ടും ദേശം നിന്നെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, നിന്റെ കുടുംബക്കാർ നിന്നെ അംഗീകരിച്ചില്ലെങ്കിൽ, നിന്നെ തള്ളിക്കളഞ്ഞവരുടെ ഇടയെ ചർച്ചക്കാരുടെ മധ്യേ ദൈവം ചില വ്യക്തികളെ ഈ ദിവസം അംഗീകാരമുള്ളവനാക്കി തീർക്കും. കാരണം നീ വില കൊടുക്കുന്നത് സ്വർഗത്തിനാണ്. ആ സ്വർഗം അടങ്ങിയിരിക്കുകയില്ല. ആ സ്വർഗം നീ കൊടുത്ത വിലയ്ക്കൊരു പ്രതിഫലം നൽകും. ഈ ദിവസം ആരോടൊക്കെ പരിശുദ്ധാത്മാവാം ദൈവം പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് തകർച്ചയിട്ട, നിന്നെ ഒറ്റപ്പെടുത്തിയ, നിന്നെ തകർത്ത് കളയുമെന്ന് വെല്ലുവിളിച്ച വെല്ലുവിളികളുടെ മുന്നേ നീ കൊടുത്ത വിലയ്ക്ക് ഒരു മറുപടി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. കർത്താവ് ചിലരെ ആ മറുപടിക്കായി ഇന്ന് പകൽക്കാലം ക്ഷണിക്കുന്നു. ഈ ആഗസ്റ്റ് മാസം ആദ്യത്തെ ഞായറാഴ്ച തന്നെ ചിലരുടെ വില മാറ്റുന്നു. ഒരു വിലയുമില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഒരു വിലയുമില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത്, ആരും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്റെ അഭിഷേകം ചിലർക്ക് വില നൽകും. ഓ ചിലരുടെ മേൽ അഭിഷേകം ചലിക്കും. ഇതുവരെ കാണാത്ത രീതിയിൽ ഒരു ബഹുമാനം, ഒരു വില കർത്താവ് നിങ്ങൾക്ക് തരുവാൻ പോകുന്നു. കാരണം നീ രഹസ്യത്തിലും പരസ്യത്തിലും ദൈവത്തിന് കൊടുത്ത വില എത്രയേ. ദൈവത്തിന് വേണ്ടി നീ നിന്നതിൻ്റെ ഫലമായി, ദൈവത്തിനെ ആരാധിച്ചതിൻ്റെ ഫലമായി നീ നശിക്കുമെന്ന് പറഞ്ഞെടുത്ത് നിന്നെ മാനിക്കുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു ദൈവമുണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തും. കാരണം നീ വില കൊടുക്കുന്നത് ആർക്കാണ്? ദൈവത്തിനാണ്. ലോകത്തോട് ലോകക്കാർ പറഞ്ഞു, ഇവൻ എന്തിൻ്റെ അവസ്ഥയായിരുന്നു? നല്ലൊരു പാരമ്പര്യ സഭയില്ലായിരുന്നു, നല്ലൊരു പാരമ്പര്യമില്ലായിരുന്നു, നല്ലൊരു കൂട്ടായ്മയില്ലായിരുന്നു. അതെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പോകേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു? ഹല്ലേലൂയ. നിന്റെ കുടുംബക്കാർ നിന്നെ ആക്ഷേപിച്ച് കാണും, നിന്റെ ചാർച്ചക്കാർ നിന്നെ പരിഹസിച്ച് കാണും, നിന്റെ അയൽവാസികൾ നിന്നോട് ചോദ്യം ചോദിച്ച് കാണും. പക്ഷെ നീ വിശ്വസിക്കുക, നീ വന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കലാണ്. ഹല്ലേലൂയ. ഇതെന്നെ കേൾക്കുന്ന ആരോടൊക്കെ കർത്താവ് പ്രവചിക്കുന്നു, നീ ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, നീ ഒറ്റയ്ക്ക് സങ്കടത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ, നീ പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഈ ദിവസം നീ കുറിച്ചിട്ടോ നിന്റെ ജീവിതത്തിൽ ഒരു വ്യതിയാനം കർത്താവ് തരാൻ പോകുന്നു. നിന്റെ വാക്കിന് വില ലഭിക്കുവാൻ പോകുന്നു. നീ പറയുന്നത് സത്യമെന്ന് ദൈവം തെളിയിക്കുവാൻ പോകുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിക്കുവാൻ കഴിവുള്ളവർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ആമേൻ പറഞ്ഞ് സ്വീകരിക്കുവാൻ കഴിവുള്ളവർ, ഇത് എനിക്കുള്ള ദൂതാണെന്ന് പറഞ്ഞ് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുവാൻ കഴിവുള്ളവർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. നീ ഇന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട്, ദൈവനാമം പറഞ്ഞിട്ട് നിന്നെ അംഗീകരിച്ചില്ലെങ്കിൽ, നിന്നെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നോടുകൂടെ അവർ സഹകരിക്കുന്നില്ലെങ്കിൽ, അവരെ ശപിക്കുവാനോ അവരോട് എതിര് പറയുവാനോ അവരെ കുറ്റപ്പെടുത്തുവാനോ ഒന്നും ചെയ്യരുത്. കാരണം കഴിഞ്ഞ നാളിൽ നീയും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഹല്ലേലൂയ. യഥാർത്ഥ സത്യവചനം എന്ന് ഗ്രഹിക്കുന്നു, അതുവരെ ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ 31 വർഷം ദൈവത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പാരമ്പര്യത്തിൽ കിടന്ന വ്യക്തി തന്നെയാണ് ഞാനും. പക്ഷെ ആ പാരമ്പര്യത്തിൽ നിന്ന് ദൈവം എന്നെ വചനത്തിലൂടെ ഗ്രഹിപ്പിച്ച് വചനം ഉള്ളിൽ നൽകി, തൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ നൽകി, തൻ്റെ സ്നാനത്തിലൂടെ എന്നെ നടത്തി ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിർത്തിയിരിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയും, എന്നെ അംഗീകരിക്കാത്തവരുടെ മുന്നേയും ഞാൻ യേശുവിൻ്റെ വിലയെ മറ്റുള്ളവർക്ക് മേലെ പ്രസിദ്ധപ്പെടുത്തുവാൻ തക്കവണ്ണം എൻ്റെ രഹസ്യ ജീവിതം കൊണ്ടും പരസ്യ ജീവിതം കൊണ്ടും എൻ്റെ സംസാരം കൊണ്ടും എൻ്റെ നടപ്പ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്യുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവർ എന്നെ അംഗീകരിക്കാൻ വേണ്ടല്ല, എനിക്ക് വില തന്ന യേശുവിനെ എന്നിലൂടെ അംഗീകരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. എനിക്ക് വില തന്ന യേശുവിനെ അംഗീകരിക്കുവാൻ വേണ്ടി ഞാൻ നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വില തരാൻ തന്ന, നിങ്ങളുടെ രക്തത്തിൻ്റെ വിലയ്ക്ക് വാങ്ങിയ യേശുവിനെ നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നീ ഈ ഭൂലോകത്ത് ജീവിക്കുമ്പോൾ ഒരു മീഡിയേറ്ററാണ്. കർത്താവിൻ്റെ രാജ്യത്തെ വളർത്തുവാൻ ദൈവമാക്കി വെച്ചൊരു മീഡിയേറ്റർ. ഈ മീഡിയേറ്റർ ആകുന്ന നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നീ ഇന്നു മുതൽ വില കൊടുക്കണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശം നിനക്ക് വില തരുവില്ലായിരിക്കും, ആരും നിനക്ക് വില തരുവില്ലായിരിക്കാം, എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞു കാണാം. പക്ഷേ നിന്നെ കൈനീട്ടി മകനെ എന്ന് വിളിച്ച നിന്റെ പിതാവായ സ്വർഗത്തിലെ പിതാവ് നിന്നെ തള്ളിക്കളയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ തകർച്ച കണ്ട്, നിന്റെ സാമ്പത്തിക ഞെരുക്കം കണ്ട് പലരും നിന്നെ ആക്ഷേപിച്ചിട്ടുണ്ടായിരിക്കാം. ദൈവത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് ഇതെങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചവർ കാണും. ദൈവത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് നിനക്ക് എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചവർ കാണും. അവരുടെ മധ്യേ ഈ ആഗസ്റ്റ് മാസം നിങ്ങൾ കുറിച്ചിട്ടോ ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് ചില വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം മുതൽ വെളിപ്പെടും. വിലയില്ലാത്തതിന് വില ഉണ്ടാക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം ചില ഭവനങ്ങളിൽ സന്ദർശിക്കാൻ പോകുന്നു, ചില സാഹചര്യങ്ങൾ സന്ദർശിക്കാൻ പോകുന്നു. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ചില ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂകൾ ഇന്ന് പകൽക്കാലം കർത്താവ് ചിലരുടെ വീടുകളിൽ വാതിലുകളിൽ തുറക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന നിന്റെ പാരമ്പര്യത്തിന് കിട്ടേണ്ട നന്മകൾ, ചിലരുടെ ജീവിതത്തിനകത്ത് കിട്ടേണ്ട വിലകളെ കർത്താവ് ഈ ദിവസങ്ങളിൽ നിന്റെ കയ്യിലേക്ക് മടക്കി നൽകുന്നു. ഇതെങ്ങനെ സംഭവിച്ചെന്ന് നിനക്ക് തന്നെ അറിയാൻ കഴിയാത്ത രീതിയിൽ, ഇത് ലഭിക്കില്ല എന്ന് നിനക്ക് തോന്നിയ സാഹചര്യങ്ങളെ, ചിലരുടെ വാഗ്ദത്തങ്ങളെ കർത്താവ് ഈ ദിവസങ്ങൾ ഓപ്പൺ ചെയ്യും. നിന്റെ വാഗ്ദത്തത്തെ തടസ്സമായി നിൽക്കുന്ന ഇരുട്ടിൻ്റെ സാന്നിധ്യങ്ങളെ സ്വർഗം എനിക്ക് തന്ന അധികാരം ഉപയോഗിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. ആ വാഗ്ദത്തത്തിന് തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇന്ന് പകൽക്കാലം ഇതിനകത്തിറങ്ങട്ടെ. ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിനകത്തൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. വിലയില്ലാത്തതിന് വില ഉണ്ടാകട്ടെ. ഐക്യതയില്ലാത്തവന് ഐക്യത ഉണ്ടാകട്ടെ. സഭയുടെ അകത്ത് കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ തകർന്നു കിടക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സഭ പണിയട്ടെ. വർഷങ്ങളായി സഭ നടത്തിക്കൊണ്ടുവരുന്ന കർത്തൃദാസന്മാർ, വിശ്വസ്തതയോടെ വില കൊടുത്ത വ്യക്തികൾ ഈ ദിവസം പകൽക്കാലം എഴുന്നേൽക്കുന്നു. വർഷങ്ങളായി ഒതുങ്ങിക്കൂടിയ പലരും ഒതുക്കിക്കൂട്ടിയ അഭിഷിക്തന്മാർ ഒരു കൂട്ടം ചെറുപ്പക്കാരെയും ഒരു കൂട്ടം യൗവനക്കാരെയും ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുന്ന വ്യക്തികളെയും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നവരായി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരായി കഴിഞ്ഞ നാളുകളിൽ 1-ാം നൂറ്റാണ്ട് നടന്നതുപോലെ അപ്പോസ്തല പ്രവൃത്തി ഈ സഭയുടെ അകത്ത് കർത്താവ് വെളിപ്പെടുത്തുവാൻ പോകുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും വെളിപ്പെടും. കാരണം വില കൊടുക്കുന്നവരുടെ മേൽ ദൈവശക്തി വെളിപ്പെടും. വില കൊടുക്കുന്നവരുടെ മേൽ ദൈവശക്തി വെളിപ്പെടും. നീ ഇതിനകത്ത് നിൽക്കുമ്പോഴും, നീ ദേശത്തിനകത്ത് സഞ്ചരിക്കുമ്പോഴും ചിലരുടെ മേൽ നിന്ന് ദൈവശക്തി വെളിപ്പെട്ട് അപ്പോസ്തലന്മാരുടെ നിഴലടിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായതുപോലെ, അപ്പോസ്തലന്മാരെ കണ്ടപ്പോൾ പൈശാചി ബന്ധനങ്ങൾ അലറിയതുപോലെ, ജന്മന മുടന്തനായവൻ എഴുന്നേറ്റ് നടന്നതുപോലെ വലിയ വീരപ്രവൃത്തികൾ ഇതിനകത്ത് വെളിപ്പെടും. വലിയ വീരപ്രവൃത്തികൾ ഇതിനകത്ത് വെളിപ്പെടും. വലിയ വീരപ്രവൃത്തികൾ ഇതിനകത്ത് വെളിപ്പെടും. വലിയ വീരപ്രവൃത്തികൾ ഇതിനകത്ത് വെളിപ്പെടും. ഞാൻ അതിനെ ഡിക്ലെയർ ചെയ്യുന്നു. അതിനെ സ്വീകരിക്കുവാൻ കഴിവുള്ളവർ സ്വീകരിച്ചാട്ടെ. ഇത് എനിക്കുള്ള ദൂതാണ്. ഈ സഭയിലകത്ത് എന്നെ കർത്താവ് കൊണ്ട് നിർത്തിയതാണ്. ഈ ഉണർവിൽ, ഈ കൂട്ടായ്മയിൽ എന്നെ കർത്താവ് കൊണ്ട് നിർത്തിയതാണ്. ഞാൻ ദൈവത്തിന് വേണ്ടി വില കൊടുക്കുവാൻ, ഇന്ന് പകൽക്കാലം ദൈവത്തിന് വേണ്ടി വില കൊടുക്കാൻ കഴിവുള്ളവർ ദൈവത്തെ ആരാധിച്ചാട്ടെ. ചിലരുടെ മരുന്ന് പുതിയൊരു പുതപ്പ്, പുതിയൊരു അഭിഷേകം, വിലയുടെ ഒരു അഭിഷേകം, അംഗീകാരത്തിന്റെ അഭിഷേകം. ദേശങ്ങൾ ചിലരെ കാത്തിരിക്കും, രാജ്യങ്ങൾ ചിലരെ കാത്തിരിക്കും, പട്ടണങ്ങൾ ചിലരെ കാത്തിരിക്കും. നിന്റെ വരവിന് വേണ്ടി, നിന്റെ കാൽവയ്പിന് വേണ്ടി. ഓ, ചിലരുടെ കാലുകളുടെ മേൽ സ്വർഗത്തിലെ തീ ഇറങ്ങുന്നു. ഓ റേ ബാബാ ബാറഹ ബല ദുരഹ ശദല റേ ബാല ദുരഹ ലാ ദുരേ ദേരേ ദേരേ റേ ബാല ദുരഹ ലാ ദുരേ ദേരേ. ചിലർക്ക് നഷ്ടപ്പെട്ടു പോയ ആരാധന സ്വാതന്ത്ര്യത്തെ കർത്താവ് മടക്കി കൊടുക്കും. അതായത് ആരാധന സ്വാതന്ത്ര്യമില്ല ചിലർക്ക്. ഒന്ന് ഉറച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയില്ല, കൂടുതൽ സമയം ബൈബിൾ വായിക്കാൻ കഴിയില്ല. ആരൊക്കെ ഉണ്ട്, എന്നെ കേൾക്കുന്ന ആരോടെയൊക്കെ വീടുകളിനകത്ത് ഈ സംഭവമുണ്ട്. അവർക്ക് ആരാധന സ്വാതന്ത്ര്യം നൽകും. തിരിച്ചറിവില്ലാതെ ജീവിക്കുന്ന വ്യക്തികൾക്ക്
ദൈവം ആരെന്ന ആ വ്യക്തികളുടെ പ്രാർത്ഥിക്കുന്ന, ആരാധന സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്ന വ്യക്തികളിലൂടെ ദൈവം ചില പ്രവൃത്തികളെ വെളിപ്പെടുത്തി ഇവൻ അല്ലെങ്കിൽ ഇവൾ ദൈവത്തിലുള്ളവളാണെന്ന് വെളിപ്പെടുത്തി കർത്താവ് ചിലർക്ക് ആരാധന സ്വാതന്ത്ര്യങ്ങളെ നൽകും. നിന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ മാറ്റി നിനക്ക് വിലയുള്ളവനാക്കി കർത്താവ് മാറ്റും. നിന്റെ ഭവനത്തിനകത്ത് നിന്നെ പിടിച്ചു കെട്ടുന്ന പൈശാചിക മണ്ഡലങ്ങളെ നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്താൽ കർത്താവ് പൊളിച്ചു കളയും. അഭിഷേകത്തിന്റെ ശക്തി ചിലരുടെ മേൽ വർദ്ധിക്കുന്നു. അഭിഷേകത്തിന്റെ ലെവൽ വർദ്ധിക്കുന്നു. വിലയുള്ള ഒരു തലമുറയായി ചിലർ എഴുന്നേൽക്കുന്നു. വിലയുള്ള ഒരു തലമുറയായി ചിലർ എഴുന്നേൽക്കുന്നു. വിലയുള്ള ഒരു തലമുറയായി ദൈവം ചിലരെ മാനിക്കുവാൻ പോകുന്നു. ഓ റഹദല ഇനി വില കൊടുത്ത തലമുറയുടെ കുടുംബങ്ങളെ കർത്താവ് മാനിക്കും, മക്കളെ മാനിക്കും. നീ ദൈവത്തിന് വേണ്ടി വില കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറ ഒരുവന്റെ മുന്നേ യാചിക്കേണ്ടി വരില്ല. ഹല്ലേലൂയ. ചില തലമുറകളുടെ മേൽ അവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനേക്കാൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ വരുന്ന തലമുറകൾ ഇതിനകത്ത് എഴുന്നേൽക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ യോഗ്യത, നിങ്ങളുടെ സമ്പത്ത്, മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ബുദ്ധി, ഇതെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷേ താൻ ദൈവമെന്ന് തെളിയിക്കുവാൻ, നീ ദൈവത്തിന് വേണ്ടി ജീവിച്ചുവെന്ന് തെളിയിക്കുവാൻ ചില കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെ തൊടും. ചില വ്യക്തികളെ കർത്താവ് നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിൽ നിങ്ങളുടെ മക്കളെ വലിയ ഉന്നത സ്ഥാനങ്ങൾ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. ദേശത്തിൽ ചിലരെക്കുറിച്ച് ഇങ്ങനൊരു സംസാരമുണ്ടാകും. ദേശത്തിൽ ചിലരെക്കുറിച്ച് ഇങ്ങനൊരു സംസാരമുണ്ടാകും. ഇവൾ ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാണ് ഈ തലമുറ അംഗീകരിക്കപ്പെട്ടത്. ഇങ്ങനെ ഇവർ ദൈവത്തിന് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ് ഈ തലമുറ അംഗീകരിക്കപ്പെട്ടത്. ഇങ്ങനെ ഇവർ ദൈവത്തിന് വേണ്ടി നടന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ദേശക്കാരും നിന്നെ ദ്രോഹിക്കുന്നവരും നിന്റെ ശത്രുക്കളും അടക്കം പറയുന്ന രീതിയിൽ ചില ശബ്ദങ്ങൾ നിന്റെ ചെവികളിൽ ഈ ആളുകൾ കേൾക്കും. കാരണം നീ വില കൊടുത്തത് യേശുവിന് വേണ്ടിയാണ്. നീ വില കൊടുത്തത് വചനത്തിന് വേണ്ടിയാണ്. നീ വില കൊടുത്തത് ദൈവനാമത്തിനായതുകൊണ്ട് ദൈവം നിന്നെ ദേശത്തിനകത്ത് അംഗീകരിക്കും. നീതിമാന്റെ മക്കൾ ഇരക്കേണ്ടി വരില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നീ നീതിമാനായിരുന്ന് ദൈവത്തിന് വില കൊടുത്താൽ നിന്റെ മക്കൾ ഇരക്കേണ്ടി വരികയില്ല. നിന്റെ സാഹചര്യങ്ങളെ കർത്താവ് മാറ്റും. ഓ റീബ, കർത്താവ് വലുത് ചെയ്യുവാനായി ഈ ആഗസ്റ്റ് മാസത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതുവരെ ഒരു ഡിലേ ആയിരുന്ന എല്ലാ അവസ്ഥകളെയും കർത്താവ് മാറ്റും. ഇതുവരെ തടസ്സം സൃഷ്ടിച്ചിരുന്ന എല്ലാ മതിലുകളെയും കർത്താവ് പൊളിക്കും. ചിലർ മതിലുകളെ ചാടിക്കടക്കും. ചിലർ മതിലുകളെ ചാടിക്കടക്കും. ചിലർ മതിലുകളെ ചാടിക്കടക്കും. ഇന്ന് പകൽക്കാലം ചിലരുടെ ജീവിതത്തിനകത്ത് സാഹചര്യങ്ങൾ ടോട്ടലായി മാറും. ഇങ്ങനെ വില കൊടുത്ത് ജീവിച്ച കുറച്ച് വ്യക്തികളെ വചനത്തിനകത്തൂടെ നമുക്ക് നോക്കാം കേട്ടോ. പെട്ടെന്ന് നോക്കി നിർത്താം. അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം വിളിച്ച് വേർതിരിച്ച് അബ്രഹാം ആക്കിയതും ദൈവത്തിന് വേണ്ടി താൻ ജീവിതം മാറ്റിവെച്ചതും നമുക്കറിയാവുന്ന ചരിത്രമാണ്. അതുകൊണ്ട് ഞാൻ ഓട്ടിച്ച് പറയാം. തൻ്റെ അപ്പൻ്റെ പാരമ്പര്യത്തിൽ നിന്നും പിതൃപാരമ്പര്യത്തിൽ നിന്ന് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ജോലിയിൽ നിന്ന് യഹോവയായ ദൈവം തൻ്റെ ശബ്ദത്തിലൂടെ വിളിച്ച് വേർതിരിച്ച് ഞാൻ പറയുന്ന വഴിയിൽ നടക്കുക, ഞാൻ പറയുന്ന ദേശത്തിലേക്ക് പോകുക, നിന്നെയും നിൻ്റെ തലമുറയും ഞാൻ അംഗീകരിക്കുമെന്നും ആ ദേശം നിൻ്റെ തലമുറയ്ക്ക് നൽകുമെന്ന് പറഞ്ഞ സമയത്ത് അബ്രഹാമിന് ഏകദേശം 75 വയസ്സോളമായിരുന്ന സമയമാണ്. ആ സമയത്ത് അബ്രഹാമിന് തലമുറകളില്ല. ആ തലമുറ ഇല്ലാത്തവന് തലമുറ കൊടുക്കാമെന്ന വാഗ്ദത്തപ്രകാരം യഹോവയായ ദൈവം വിളിച്ച് വേർതിരിച്ചപ്പോൾ താൻ ദൈവം പറഞ്ഞ വാക്ക് അണുവിടാതെ അനുസരിച്ചത് കൊണ്ട് തൻ്റെ ജീവിതത്തിനകത്ത് വീണ്ടും വന്ന കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും തകർച്ചകളിലും താൻ തകർന്നു പോകേണ്ട സാഹചര്യത്തിൽ പോലും താൻ വീണ്ടും പിടിച്ചു നിന്ന് യഹോവയെ സേവിച്ചത് കൊണ്ട് തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ നോക്കുകയാണ് അറിയാം. താൻ തൻ്റെ പിതൃഭവനത്തെ വിട്ട് തൻ്റെ കൂടെ ഉള്ള ലോത്തിനെയും വിളിച്ച് തൻ്റെ കൂടെയുള്ള തൻ്റെ ജീവിത പങ്കാളിയും വിളിച്ച് താൻ അവിടെ വെച്ച് ആ ദേശത്തിലുണ്ടാക്കിയ സമ്പത്തിനെയും കൊണ്ട് താൻ നടന്ന് തിരിച്ചു വരുന്ന സമയത്ത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ വിട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലോത്ത്, താൻ വളർത്തിക്കൊണ്ടുവന്ന ലോത്ത് തന്നെ വിട്ട് പിരിഞ്ഞപ്പോഴും തന്നോട് ദൈവം
ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോഴും തനിക്ക് ലഭിക്കേണ്ട നന്മ ലഭിക്കാതിരുന്നപ്പോഴും പിറുപിറുക്കാതെ ദൈവം പറഞ്ഞതുപോലെ ദൈവത്തെ യാഗത്തിലൂടെയും ആരാധനയിലൂടെയും ആരാധിച്ച് മുന്നേറി ദൈവത്തിന് വില കൊടുത്തപ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് ദൈവം പറഞ്ഞ പ്രവചനങ്ങൾ പലതും നിവർത്തിയാകാതിരിക്കുമ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ പിറുപിറുക്കരുത്. പറഞ്ഞത് ആരാണ്? ദൈവമാണ്. ആ ദൈവത്തിനൊരു സമയമുണ്ട്. നീ വില കൊടുത്ത് യഥാർത്ഥത്തിൽ ജീവിച്ചാൽ നീ ദൈവത്തിൽ നിന്ന് മാറിപ്പോയാൽ കിട്ടില്ല. നീ ആ പ്രവചന ശബ്ദങ്ങൾക്കും ദൈവത്തിനും വില കൊടുത്ത് ജീവിച്ചാൽ ദൈവം തക്ക സമയത്ത് നിനക്ക് വേണ്ടി പുതിയ വഴി തുറക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ലോകത്തിൻ്റെ മുന്നേ, ദേശത്തിന് മുന്നേ ലഭിക്കില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ പലതും മാറി. അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് എന്തായി? സാഹചര്യങ്ങൾ പലതും മാറി. സ്ത്രീകൾക്കുള്ള മുറ നിന്നുപോയി, പുരുഷന്മാർക്കുള്ള ഇച്ഛ നിന്നുപോയി. ഇതെല്ലാം ചെയ്ത സമയത്ത് യഹോവയായ ദൈവം വന്ന് വീണ്ടും ആ നന്മയെ പുതുക്കി തനിക്ക് ഇസഹാക്ക് എന്ന മകനെ നൽകി. ഹല്ലേലൂയ. വില കൊടുക്കുന്നവനാണ്. ആ വില കൊടുപ്പ് തനിക്ക് നന്മ കിട്ടിയാലും ഉണ്ടാകുമോ എന്ന് യഹോവയായ ദൈവം വീണ്ടും പരീക്ഷിച്ചു. തനിക്ക് ആദ്യമായി ലഭിച്ച ഇസഹാക്ക് എന്ന മകനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗമാക്കാൻ പറഞ്ഞു. തൻ്റെ ഭാര്യയോടോ തൻ്റെ കുടുംബക്കാരോ തൻ്റെ മകനോടോ പറയാതെ വണ്ണം താൻ ആ കുഞ്ഞിനെയും കൊണ്ട് കർത്താവ് പറഞ്ഞ മലയുടെ അടുക്കലേക്ക് പോയി യാഗവസ്തുവാക്കുവാൻ നിന്നപ്പോൾ അത് ദൈവം പ്രസാദിച്ച് ആ മകനെ യാഗമാക്കണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയച്ച് തന്നെ ഇന്ന് കാണുന്ന തൻ്റെ തലമുറകളെ ഇന്ന് കാണുന്ന ഇസ്രായേൽ എന്ന ഒരു രാജ്യമാക്കി മാറ്റിയത് അബ്രഹാം എന്ന് പറയുന്ന ഒരു വിശ്വസ്തനായ മനുഷ്യനുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അബ്രഹാം നമ്മുടെ പിതാവായി മാറിയത്. വിശ്വാസികളുടെ പിതാവായി അബ്രഹാമിനെ യഹോവയായ ദൈവം അംഗീകരിച്ചത് താൻ ദൈവത്തിന് വില കൊടുത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇത് കേൾക്കാൻ നമുക്ക് ഭയങ്കര സുഖമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമായും യഹോവയായ ദൈവത്തിന് വില കൊടുത്തപ്പോൾ തൻ്റെ തലമുറ മാറിയെങ്കിൽ നിൻ്റെ ജീവിതത്തിനകത്ത് നീ വില കൊടുത്താൽ നിൻ്റെ തലമുറയും നിൻ്റെ കുടുംബവും നിന്നിലൂടെ അംഗീകരിക്കപ്പെടും. ഹല്ലേലൂയ. കാരണം ആ ദൈവം വിശ്വസ്തനത്രേ. നീ പറയുന്ന ദൈവം പറയുന്ന കൽപ്പനകൾ നീ അനുസരിച്ച് നടക്കണം. ഹല്ലേലൂയ. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്, എൻ്റെ ജോലി ഇങ്ങനെയാണ്, എൻ്റെ ദേശം ഇങ്ങനെയാണ്, എൻ്റെ കുടുംബക്കാർ ഇങ്ങനെയാണ്. ഇതൊന്നും ഇങ്ങനെ പറയുന്നത് ഒന്നും ഒരു പ്രയോജനമുള്ള കാര്യമല്ല. നീ വ്യത്യസ്തനായ ദൈവം എല്ലാവരും വ്യത്യസ്തനാക്കും. ഹല്ലേലൂയ. ഈ സഭയ്ക്കകത്ത് നമുക്ക് സാക്ഷി പറയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വന്നിരുന്ന് 4-4.5 വർഷം ആരാധിച്ച കുടുംബത്തിനകത്ത് ദൈവം പറഞ്ഞു തൻ്റെ ജീവിത പങ്കാളി ഇതിനകത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞതുപോലെ ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഒറ്റയ്ക്കായി ഇതിനകത്ത് വന്നാലും നിങ്ങൾക്ക് ഇന്ന് സാഹചര്യങ്ങൾ ഒന്നുമില്ല എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മറുപടിയും ദൈവം തന്നില്ല എങ്കിലും ഉറപ്പായും ഞാൻ പറയുന്നു, ദൈവം നിങ്ങളോട് ഈ പകൽക്കാലം പറയുന്നു, നിന്നെ അംഗീകരിക്കാത്തവരുടെ മുന്നേ നിനക്ക് വില തന്ന് ദൈവത്തിന് വേണ്ടി നിൻ്റെ കുടുംബം പൂർണ്ണമായും ആകും. ഹല്ലേലൂയ ഹല്ലേലൂയ. ആയതുപോലെയാണ് നോഹ എന്ന് പറയുന്ന വ്യക്തി താൻ ദൈവത്തിൻ്റെ സന്നിധി ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ദൈവത്തിൻ്റെ ശബ്ദം എന്താണ് കേട്ടത്? അതുവരെ തൻ്റെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ മനുഷ്യനുണ്ടായതുവരെ ഉണ്ടാകാത്ത മഴയെന്ന പ്രതിഭാസം ഉണ്ടാകുവാൻ പോകുകയാണ്. ഈ മഴ ലോകത്തെ കീഴടക്കും. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും മൃഗജാതികളും എല്ലാം നശിക്കും.